സിറിയയിൽ നെതന്യാഹു നടത്തുന്ന കലാപങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഗാസയിലേതിന് സമാനമായി അതിരൂക്ഷമായ ആക്രമണമാണ് സിറിയയിൽ ഇസ്രയേൽ നടത്തിപ്പോരുന്നത്. കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കലാപത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. തെക്കൻ സിറിയയിൽ ദിറൂസ് ബെദുയിൻ സംഘർഷത്തിൽ 594 പേർ കൊല്ലപ്പെട്ടതായും സുവേദ പ്രവിശ്യയിൽ വലിയ തോതിലുള്ള ക്രൂരത നടന്നതായും UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിക്കുകയുണ്ടായി. ദിറൂസ് മതന്യൂനപക്ഷത്തിൽപ്പെട്ട 146 പേരും 154 സാധാരണക്കാരും ഉൾപ്പെടെ 300 പേരാണ് ആകെ കൊല്ലപ്പെട്ടത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവരിൽ 83 പേരെ സർക്കാർ സേന വിചാരണ കൂടാതെ വധിച്ചതാണെന്നും SOHR പറയുന്നുണ്ട്. 257 സർക്കാർ ഉദ്യോഗസ്ഥരും 18 ബെദുയിനുകളും കൊല്ലപ്പെടുകയുണ്ടായി. 3 ബെദുയിൻ വിഭാഗക്കാരെ ദിറൂസ് വിചാരണ കൂടാതെ കൊലപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സംഘർഷത്തിൽ ഇടപെട്ട ഇസ്രയേൽ സുവേദയിൽ നിന്ന് സർക്കാർ സേനയെ പിൻവലിപ്പിക്കാനും ദിറൂസുകളെ രക്ഷിക്കാനുമാണ് വ്യോമാക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഈ ആക്രമണങ്ങളിൽ 15 സർക്കാർ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ദിറൂസ് ഭൂരിപക്ഷ നഗരമായ സുവേദിൽ നിന്ന് സർക്കാർ സേന പിൻവാങ്ങിയതോടുകൂടി വ്യാഴാഴ്ച സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരുന്നു. നാശനഷ്ടങ്ങളുടെയും കൊള്ളയുടെയും ദൃശ്യങ്ങൾ കണ്ടതായും തെരുവുകളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം സിറിയയിൽ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ടായി. ദിറൂസുകളെ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് സിറിയൻ സൈന്യം വിന്യസിക്കുന്നത് തടയുന്നതിനുമാണ് ഇസ്രയേൽ ഇടപെട്ടത്. ദമാസ്കസിന് തെക്കുള്ള മേഖലയിലേക്ക് സിറിയൻ സൈന്യത്തെ പ്രവേശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ദിറൂസുകൾക്ക് ഒരു ദോഷവും വരുത്താൻ അനുവദിക്കുകയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രയേലി വ്യോമാക്രമണം ദമാസ്കസിലെ സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന് വൻ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപം ഇസ്രയേൽ ബോംബ് ഇടുകയും ചെയ്തു. ബുധനാഴ്ച രാജ്യത്തിനോട് നടത്തിയ അഭിസംബോധനയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറ പറഞ്ഞിട്ടുണ്ട്. പിൻവാങ്ങുന്നതിന് മുന്നോടിയായി സിറിയൻ സർക്കാർ ബുധനാഴ്ച വൈകുന്നേരം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ പ്രമുഖ ദിറൂസ് നേതാവായ ഷെയ്ഖ് ഹിക്മത്ത് അൽ ഹജ്രി ഇത് നിരസിക്കുകയും സമ്പൂർണ്ണ വിമോചനം വരെ പോരാട്ടം തുടരണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി. സർക്കാർ സേനയ്ക്കെതിരായ പോരാട്ടത്തിൽ നേതൃത്വം നൽകിയ ഷെയ്ഖ് ഹജ്രിയും അനുയായികളും ഇസ്രയേലുമായി അടുത്ത ബന്ധം തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നത് മറ്റൊരു കാര്യം. സത്യം പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് ഇസ്രയേൽ ചെയ്തത്. എന്നിട്ടതിന് സുവൈദയിൽ നിന്ന് സർക്കാർ സേനയെ പിൻവലിപ്പിക്കാനും ദിറൂസുകളെ രക്ഷിക്കാനുമാണ് വ്യോമാക്രമണം നടത്തിയത് എന്നൊരു കള്ളത്തരവും പറഞ്ഞു. എന്തായാലും ഗാസയ്ക്ക് നേരെ നടത്തിയ അതേ ആക്രമണം തന്നെയാണ് സിറിയയിലും ഇസ്രയേൽ നടത്തിയത്. അതിന് അവരുടെ സംഘർഷം ഒരു മറയാക്കി മാറ്റി എന്ന് മാത്രം.